ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ നോമ്പിൻ്റെ ടൈമിങ്ങിലൊക്കെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഉന്നക്കായൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വളരെ എളുപ്പത്തിലും അതുപോലെ തന്നെ നല്ല രുചിയോട് കൂടിയിട്ട് എങ്ങനെയാണ് ഉന്നക്കായ നമുക്ക് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. കൂടെ ഫസ്റ്റായിട്ടാണ് നിങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ എല്ലാവരും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിവിടെ അത്യാവശ്യം പഴുത്തിട്ടുള്ള ഒരു മീഡിയം രീതിയിൽ പഴുത്തിട്ടുള്ള 3 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഈ 3 നേന്ത്രപ്പഴം കൊണ്ട് നമുക്കൊരു 15 അല്ലെങ്കിൽ 16 ഉന്നക്കായ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാനിതൊന്ന് വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം അതിൻ്റെ ആ മുകൾ ഭാഗത്തുള്ള ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഞാനിത് നമ്മൾ പത്തൽച്ചെമ്പിൽ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ. വെള്ളത്തിലേക്ക് നേരിട്ട് ഇട്ട് കൊടുക്കരുത്. അങ്ങനെ ഇട്ട് കൊടുത്താലും ഉന്നക്കായ പെർഫെക്റ്റായിട്ട് കിട്ടത്തില്ല. ഇങ്ങനെ ആവിയിൽ വെച്ചിട്ട് വേണം നമ്മൾ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കുന്ന ആ തട്ടിലോ നിങ്ങൾക്ക് എങ്ങനെയാണോ ആവിയിൽ വെച്ച് വേവിക്കാൻ പറ്റുന്നത് അതുപോലെ വേവിച്ചെടുക്കാം. ഞാനിവിടെ എങ്ങനെ അപ്പച്ചമ്പിലാണ് വെച്ചിട്ട് വേവിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഗ്യാസിലേക്ക് വെച്ചിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. കുറഞ്ഞതൊരു 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഇത് കറക്റ്റായിട്ട് വെന്ത് കിട്ടും. ഓവറായിട്ട് വെന്ത് പോയാലും നമ്മുടെ ഉന്നക്കായ അത്ര ഇതിൽ കിട്ടത്തില്ല കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ അരമുറി തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നെയ്യില്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല. പക്ഷെ നല്ല ടേസ്റ്റ് വേണമെങ്കിൽ നെയ്യ് തന്നെ എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ഞാൻ നല്ലതുപോലെ ഒന്ന് ചൂടാക്കി കൊടുക്കുന്നുണ്ട്. മുന്തിരിയൊക്കെ ഏകദേശം പൊങ്ങി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങയും പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓവറായിട്ട് ഡ്രൈ ആയി പോകരുത്. ചെറുതായിട്ടൊന്നിങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിന് നിങ്ങൾക്ക് വേറെ അവിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർക്കണമെങ്കിൽ ചേർക്കാം. പക്ഷേ എനിക്ക് ഉന്നക്കായ തയ്യാറാക്കുമ്പോൾ ഇത്രമാത്രം ചേർക്കുന്നതാണ് ഇഷ്ടം. നല്ല ടേസ്റ്റായിട്ടും നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇനി ഇതിലേക്ക് 2 ഏലക്ക പൊടിച്ചതും കൂടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കളറാകുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് ഉന്നക്കായ കിട്ടും. ഇനിയിപ്പോൾ നമ്മുടെ പഴമൊക്കെ കറക്റ്റ് രീതിയിൽ നമുക്കിവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് മാറ്റിയെടുക്കണം. ഇനിയിപ്പം നമ്മൾ വേവിക്കുന്ന സമയത്ത് പഴം കുറച്ചധികം വെന്ത് പോയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ചൊരു ടൈം ഒരു 5 മിനിറ്റ് നമ്മൾ അങ്ങനെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നൊന്ന് റെഡിയായി കിട്ടുന്നതാണ് കേട്ടോ. അപ്പം അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. ഇപ്പോൾ എനിക്കിവിടെ കറക്റ്റായിട്ടാണ് വെന്ത് കിട്ടിയിട്ടുള്ളത്. എനിക്കിവിടെ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഏകദേശം പഴം കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓരോ പഴത്തിൻ്റെ ഇതനുസരിച്ചിരിക്കും വേവ്. എന്നാലും 15 മിനിറ്റിൽ ഒട്ടും കൂടി പോകരുത്. ഇനിയിപ്പോൾ നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. നമ്മൾ മിക്സിയിലൊന്നും ഇട്ട് ഉടയ്ക്കേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ഒരു സ്പൂണോ ഇങ്ങനെ കയ്യിലിൻ്റെ ഇതുകൊണ്ട് നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഉടച്ചെടുക്കാം. ഇപ്പോൾ കറക്റ്റായിട്ട് നമുക്കിത് ഉടഞ്ഞ് കിട്ടുന്നുണ്ട് കേട്ടോ. ഇതിലെ ആ കറുത്ത നാര് പോലത്തെ ഇത് വേണ്ടെങ്കിൽ നിങ്ങൾക്കത് മാറ്റി കൊടുക്കാം. അതൊന്നും മാറ്റി കൊടുക്കുന്നില്ല. അതൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇങ്ങനെ കറക്റ്റായ രീതിയിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അത് കറക്റ്റ് രീതിയിൽ തന്നെയാണുള്ളത്. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം നല്ല രീതിയിൽ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പഴം ഓവറായിട്ട് അധികം പഴുക്കാത്ത പഴം എടുക്കാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കേട്ടോ. അധികം പഴുത്ത പഴം എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉന്നക്കായ നല്ല രീതിയിലൊന്ന് പരത്തിയെടുക്കാൻ പറ്റത്തില്ല. ഈ ഒരു മീഡിയം രീതിയിലുള്ള പഴമായിരിക്കണം നമ്മൾ ഉന്നക്കായ തയ്യാറാക്കുമ്പോൾ എപ്പോഴും എടുക്കാൻ. ഇനിയിപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് നല്ലതുപോലെ ചെറുതായിട്ട് ഉരുട്ടിയെടുക്കണം. അതിനായിട്ട് ഞാൻ കയ്യിൽ കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെറിയ ബൗൾസ് ആക്കിയിട്ട് ഇങ്ങനെ പരത്തിയെടുക്കാം. നമ്മൾ ചെറിയ അടയൊക്കെ പരത്തിയെടുക്കുന്നത് പോലെ തന്നെ ഇങ്ങനെയൊന്ന് റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെയൊന്ന് പരത്തിയെടുക്കാം. ഇങ്ങനെ പരത്തിയെടുത്താൽ നമ്മുടെ ഉന്നക്കായ സൈഡൊന്നും പൊട്ടിപ്പോവില്ല. ചില ആൾക്കാർ പറയും എണ്ണയിലിടുമ്പോഴത്തേക്കും വേഗം പൊട്ടിയിട്ട് അതിൻ്റെ മസാലയൊക്കെ പുറത്ത് വരുന്ന, പക്ഷെ അങ്ങനെയൊന്നും വരില്ല കേട്ടോ. ഇങ്ങനെ നമ്മൾ ചെറുതായിട്ടൊന്നൊരു റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ പരത്തിയിട്ട് നമ്മൾ മസാല നടുക്കോട്ട് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അടയൊക്കെ പരത്താൻ വേണ്ടി പരത്തിയെടുക്കൂലേ, അതുപോലെ തന്നെ ഇങ്ങനെ 2 ഭാഗവും ഇങ്ങനെ ഒരുപോലെ ഒന്ന് പ്രസ് ചെയ്ത് മടക്കിയിട്ട് അതിൻ്റെ ആ സൈഡ് ഭാഗം ഫസ്റ്റായിട്ട് നമ്മൾ കൈ കൊണ്ടൊന്നിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പം എല്ലാ ഭാഗവും കറക്റ്റായിട്ട് കിട്ടും. അതിനുശേഷം വേണം നമ്മളിത് ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ. എന്നാലും നമ്മുടെ ഉന്നക്കായ ഒരിക്കലും പൊട്ടിപ്പോവില്ല. എണ്ണയിലിടുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഒരു ഉന്നക്കായ പോലും പൊട്ടിപ്പോവില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഈ രീതിയിൽ തന്നെ ഒന്ന് പരത്തിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള നല്ല പെർഫെക്റ്റ് ഉന്നക്കായ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ടും ഞാൻ ഇതുപോലെ തന്നെയാണ് പരത്തിയെടുക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. അധികം ടൈമിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. പൊട്ടിയും പോവില്ല. നല്ല കറക്റ്റായ രീതിയിൽ നമുക്ക് കിട്ടും. എനിക്ക് 3 നേന്ത്രപ്പഴം കൊണ്ട് ഒരു 15 ഉന്നക്കായ
കിട്ടിയിട്ടുണ്ടായിരുന്നു. മീഡിയം സൈസിലുള്ള ഉന്നക്കായ കേട്ടോ, ഓവർ വലിപ്പമല്ല, കറക്റ്റായിട്ടൊരു മീഡിയം സൈസിലുള്ള ഉന്നക്കായാണ്. ഞാൻ നിറച്ചും മസാലയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്, എന്നാലും നമ്മുടെ ഉന്നക്കായ പൊട്ടിപ്പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ എണ്ണ തടവിയിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഒട്ടും പൊട്ടിപ്പോവില്ല. അതുപോലെ തന്നെ നല്ല നൈസായിട്ടും കാണുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉന്നക്കായ തന്നെ നമുക്ക് കിട്ടും. അങ്ങനെ ഇതാ എല്ലാ ഉന്നക്കായയും ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഒരു മീഡിയം രീതിയിലുള്ള ഉന്നക്കായ തന്നെയാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. നമ്മൾ കനം കുറച്ച് ഇങ്ങനെ പരത്തിയെടുത്താൽ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഓവർ വലിപ്പത്തിലെടുത്താൽ ഉള്ളിലേക്ക് കടിക്കുമ്പോൾ വലിയൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ നമുക്കിനി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പൊരിക്കാനായിട്ട് ഞാനിവിടെ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിൽ നല്ലതുപോലെ ചൂടായതിന് ശേഷം നമ്മൾ പരത്തിയെടുത്തിട്ടുള്ള ഉന്നക്കായ ഓരോന്നായിട്ട് നമ്മുടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ചൂടായതിന് ശേഷം ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഉന്നക്കായ വേഗം പിന്നെ കരിഞ്ഞു പോകും. കാരണം നമ്മൾ ഉന്നക്കായ ഓൾറെഡി വെന്തതാണ്, പഴമൊക്കെ വെന്തതായതുകൊണ്ട് ചെറുതായിട്ടൊന്ന് പിന്നെ എണ്ണയിലിട്ട് എടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇട്ട് ഉടനെ തന്നെ മിക്സ് ചെയ്യരുത് കേട്ടോ. ഇങ്ങനെ ചെറുതായിട്ട് മാത്രം ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുത്താൽ മതി. ഈ ഒരു കളറായി വരുമ്പോൾ തന്നെ നമുക്ക് വേഗം ഉന്നക്കായ കോരിയെടുക്കാവുന്നതാണ് കേട്ടോ. നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ. നമ്മുടെ നോമ്പിൻ്റെ ടൈമിങ്ങിലൊക്കെ നോമ്പ് തുറക്കാനും അതുപോലെ തന്നെ നോമ്പ് തുറയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പലഹാരം ആക്കി വെച്ചാൽ തന്നെ കാണാനും അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഉന്നക്കായൻ്റെ ഉൾഭാഗമൊക്കെ നല്ല കറക്റ്റ് രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ ഓവർ വലിപ്പത്തിലല്ല പരത്തിയിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റായിട്ടും കഴിക്കാൻ നല്ല ടേസ്റ്റായിട്ടും ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും ഈ രീതിയിൽ തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ ഈ ചാനൽ മറക്കാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന ന്യൂ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇനിയൊരു നല്ല വീഡിയോയുമായി കാണുന്നതും വരെ ബൈ ഫ്രം അസ്ന യാസ്മിൻ. താങ്ക് യു ഓൾ.